താരസംഘടനയായ അമ്മയിൽ ഇന്നലെ സംഭവിച്ചത് ശരിക്കും അമ്മയെ സ്നേഹിക്കുന്നവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ, ഞെട്ടിപ്പിച്ച, വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. ഇന്നലെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ശ്വേതയ്ക്കൊപ്പം സംഘടനയിലുള്ളവരെല്ലാം രാജിവെക്കുന്നു. ഇത് ഇപ്പോൾ രാവിലെ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ലക്ഷ്മിപ്രിയ, ഈ വിവാദത്തിലൊക്കെ പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരാളായ ലക്ഷ്മിപ്രിയ അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നു എന്നുള്ളതാണ്. വൈകാരികമായ ഒരു കത്ത് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ ഈ രാജി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് അമ്മയിലെ മുതിർന്ന അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ശ്വേതാ മേനോൻ അടക്കം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം വേണ്ട, ഇങ്ങനെയൊക്കെയാണ് ഈ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത് എന്നൊക്കെയാണ് വൈകാരികമായി ലക്ഷ്മിപ്രിയ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അമ്മ ഇത് ക്ഷമിക്കണം, ശ്വേതാ മേനോൻ ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അവർ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നവമി, ഈ സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത വിധം വളർന്ന് അങ്ങനെ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്, അവരാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പരിചയസമ്പന്നരായ നിരവധി പേർ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുണ്ട്. പക്ഷേ അതിനിടയിൽ കൂടുതൽ ആരോപണങ്ങൾ എന്ന നിലയിൽ ശ്വേത ഒട്ടും വിടാൻ മട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ രഞ്ജിത്ത്, ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കുറേ നാളുകളായി സംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്നലെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുകയും അതിൽ വലിയൊരു പൊട്ടിത്തെറി, പിന്നീടുള്ള രാജിയിലേക്കൊക്കെ എത്തുന്നത്. അതിലേറെ വേദനിപ്പിക്കുന്നത് വർഷങ്ങളായി സംഘടനയിലുള്ള 2 പേർ അംഗത്വം പോലും രാജിവെച്ച് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രതിഷേധമായി തന്നെ നമുക്കതിനെ കണക്കാക്കാൻ. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയുമാണ് അംഗത്വം പോലും രാജിവെച്ച് സംഘടനയുടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ ശ്വേതാ മേനോൻ ഇന്നലെ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്, കുറ്റാരോപിതരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സംഘടന പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ശ്വേതാ മേനോൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ആരൊക്കെയാണെന്ന് താൻ വരും ദിവസങ്ങളിൽ അറിയിക്കും, മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ശ്വേത പറയുന്നത്. ഇപ്പോൾ താൻ അംഗമല്ല, അംഗത്തിൽ നിന്ന് പുറത്താണ്, അതുകൊണ്ട് തന്നെ തനിക്കിനി ആരെയും ഭയപ്പെടാതെ പറയാമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയയും തൽക്കാലം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് തനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് താൻ വൈകാതെ വെളിപ്പെടുത്തുമെന്ന് കൂടി ലക്ഷ്മിപ്രിയം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ സംഘടനയിൽ ഒരു സ്ത്രീകൾ തലപ്പത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ സംഘടനയെ, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ഭരണസമിതിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണോ ഇവിടെ നടക്കുന്നതെന്ന് സംശയിച്ചു പോകുകയാണ്. കാരണം ആരോപണ വിധേയനായ, അതായത് ഇന്നലെ ഈ കമ്മിറ്റിയിൽ പ്രധാനമായും പറഞ്ഞത് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചതിലെ വരവ് ചെലവ് കണക്കുകളിൽ വലിയ അവ്യക്തതയുണ്ടെന്നാണ്. പക്ഷേ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്, അത് സംസാരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടി നൽകിക്കൂടെ? 45 ദിവസത്തെ സമയം ശ്വേത ചോദിച്ചിട്ട് പോലും അതുപോലും നൽകാതെയാണ് ഈ ഭരണസമിതി പിരിച്ചുവിടുക എന്നൊരു അടിയന്തര പ്രമേയം അവിടെ അവതരിപ്പിക്കുകയും ഈ സംഘടനയിലെ ഈ ഒരു ഭരണസമിതി തന്നെ രാജിവെച്ച് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ വരികയും ചെയ്തത്. അത് ബാബുരാജാണ് അത്തരത്തിൽ പിന്നീട് മാധ്യമങ്ങളോട് വന്ന് അക്കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷേ ബാബുരാജ് ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ പോലും ഇതിനും വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ അന്ന് ഉണ്ടായ നീതിയല്ലല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പോലും ബാബുരാജ് കൃത്യമായി മറുപടി പറയില്ല. പക്ഷേ പറഞ്ഞിരുന്നില്ല. ഇന്നലെ മറ്റൊരു കാര്യം, ഈ ശ്വേതാ മേനോനുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വനിതാ കാർഡിറക്കി ശ്വേതാ മേനോൻ കളിക്കുന്നു, ഇനി അത് നടപ്പാകില്ല എന്നുകൂടി ബാബുരാജ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അൻസിബയ്ക്ക് ഉൾപ്പെടെ നീതി വാങ്ങിക്കൊടുക്കുവാൻ സംഘടനയുടെ തലപ്പത്തുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബുരാജ് മടങ്ങിയത്. എന്തായാലും പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. അത് 4 മാസം വരെ ഈ അഡ്ഹോക് കമ്മിറ്റി തന്നെയായിരിക്കും തുടരുക. ഇനി ഒരു വർഷത്തിനുള്ളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും ആ സമയം വരെ അഡ്ഹോക് കമ്മിറ്റി തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അതാണ് ഇപ്പോഴത്തെ അമ്മയിലെ ഏറ്റവും പുതിയ സാഹചര്യം. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.